നിന്റെ മാത്രം സഖി ഭാഗം 15. 7 മണിയാകാറായി അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ തുളസിത്തറയിൽ വെള്ളം തളിക്കുന്ന അമ്മയെയാണ് അവൻ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് കടന്നപ്പോൾ കണ്ടത്. അവൻ അമ്മയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. തിരികെ അമ്മയും. അച്ഛൻ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവനത് പറഞ്ഞുകൊണ്ട് വഴിമാറിക്കൊടുത്തു. ഇന്നാ ഹേമേ, ഈ ഫയൽ മുറിയിലേക്ക് വെച്ചേക്ക്. കാറിൽ നിന്നിറങ്ങി അദ്ദേഹം അത് ഹേമയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അച്ഛൻ അകത്തേക്ക് നടന്നു പോകുന്നത് അവൻ നോക്കി. അവൻ അവിടെ തന്നെ നിന്നു. തന്നെ ഒന്ന് നോക്കിയത് കൂടിയില്ല അച്ഛൻ. ഇതൊന്നും ഒന്നുമല്ല. താൻ ഇതിനേക്കാൾ എത്രയോ അച്ഛനെ അവഗണിച്ചിരിക്കുന്നു. അച്ഛൻ പറയുന്നതിന് ചെവി കൊടുക്കാതെ ഇരുന്നിരിക്കുന്നു. മോനെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വാ അകത്തേക്ക്, ഹേമ അവനോട് പറഞ്ഞു. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴും അദ്ദേഹം അവനെ ഒന്ന് നോക്കിയത് കൂടിയില്ല. പക്ഷേ അവൻ അച്ഛനെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ അമ്മയോട് വാതോരാതെ സംസാരിക്കുന്നത് അച്ഛൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നതിൽ അയാൾക്ക് ആശ്വാസം തോന്നി. ലാപ്ടോപ്പിൽ ബിസിനസ് കാര്യം നോക്കുകയായിരുന്ന അച്ഛൻ്റെ അരികിലേക്ക് അവൻ നടന്നു ചെന്നു. അച്ഛൻ്റെ അരികിൽ നിന്നിട്ട് ഒരു നോട്ടം പോലും ഇല്ല. അവൻ്റെ ഹൃദയം ഒന്ന് നൊന്തു. തനിക്കിങ്ങനെ തോന്നിയെങ്കിൽ ഇത്രനാൾ താൻ ഇവരെ അവഗണിച്ച് നടന്നപ്പോൾ അവർ എത്ര വേദനിച്ച് കാണും. മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ ആലോചിച്ചു. അവൻ നടന്നു പോകുന്നത് അദ്ദേഹം ഒന്ന് നോക്കി. ഒന്നെന്നെ അച്ഛാ എന്ന് വിളിക്കാമായിരുന്നില്ല നിനക്ക്? അന്യരെ പോലെ വന്ന് നിന്നേക്കുന്നു, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. അച്ഛാ. കട്ടിലിൽ ചാരിയിരുന്ന മനസ്സിലെന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അയാളെ അവൻ വിളിച്ചു. അദ്ദേഹം കേട്ടില്ല ആ വിളി. അച്ഛാ. അയാൾ നോക്കിയതേയില്ല. എന്നെ ഒന്ന് നോക്കച്ഛാ. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അച്ഛാ, എന്നോട് ക്ഷമിക്ക് അച്ഛൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ വിളി കേൾക്കാതിരിക്കാൻ അയാൾക്കായില്ല. മോനെ സച്ചു. അയാൾ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചു. ആ വിളി കേട്ട് അവൻ അച്ഛനെ നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും. എന്നോട് ദേഷ്യം തോന്നല്ലേ അച്ഛാ. എന്നെ ഇങ്ങനെ അവഗണിക്കല്ലേ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കമ്മ്യൂണിസം എന്നിൽ നിന്നും അടർത്തി മാറ്റുവാൻ പറഞ്ഞപ്പോൾ ആ നിമിഷം മനസ്സ് തയ്യാറായില്ല. അതാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കണമെന്ന് ഓർത്തതല്ല. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എനിക്കെൻ്റെ സച്ചുമോനോട് ഒരു ദേഷ്യവുമില്ല. വേദനയായിരുന്നു. എൻ്റെ മോൻ എന്നോട് അകൽച്ച കാണിച്ചപ്പോൾ ഉരുകുകയായിരുന്നു ഞാൻ. അയാൾ അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു. ഉണ്ടാവും അച്ഛാ. അവൻ ഉറപ്പോടെ അത് പറഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിറഞ്ഞതും അവൻ കരഞ്ഞു പോയിരുന്നു. സച്ചു, നീ കരയുകയാണോ? അയാൾ അത് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ അവനെ കട്ടിലിരുത്തി. ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പക്ഷേ വീണ്ടും വീണ്ടും നിറഞ്ഞിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഹേമ അകത്തേക്ക് വന്നത്. അച്ഛൻ്റെയും മോൻ്റെയും തുറന്ന പറച്ചിലുകൾ, അവരുടെ സ്നേഹവും കണ്ടതും ഹേമയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഹേമ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കരച്ചിൽ ആ അമ്മ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. സച്ചു, മതി മോനെ കരഞ്ഞത്, അമ്മ വന്ന് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ കരയട്ടെ ഹേമേ. ഒരുപാട് നാൾ എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. അതൊക്കെ കരഞ്ഞു തീർക്കട്ടെ. അയാളുടെ വാക്കുകളെ അവരും ശരിവെച്ചു. ഏട്ടൻ അച്ഛനോട് സംസാരിച്ചു മിന്നു. അത് പറയുമ്പോൾ ഹേമയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ആണോ? അച്ഛൻ സംസാരിച്ചോ? മിന്നു ചോദിച്ചു. അച്ഛനെ സംസാരിച്ചു, ഹേമ പറഞ്ഞു. നന്നായി. മിന്നുവിന് ആശ്വാസമായി. മേഘ്ന. യെസ് സാർ. ഈ ആരു സാറിന് ഇത് മാത്രമേ ഉള്ളൂ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഹിമ. യെസ് സാർ. നിങ്ങൾ എന്താണ് ഇവിടെ സംസാരം? അവൻ അവരുടെ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല സാർ, ഹിമ നിഷ്കളങ്കമായി പറഞ്ഞു. മേഘ്ന, ഇത് തന്നോട് ഞാൻ 2ാമത്തെ പ്രാവശ്യമല്ലേ പറയുന്നത്? അവൾ മറുപടി ഒന്നും നൽകിയില്ല. മുഖം കുനിച്ചാണ് നിൽപ്പ്.
അവളുടെ ആ നിൽപ്പ് കണ്ടതോ അവന് ദേഷ്യം വന്നു. അവൻ്റെ വാക്കുകളെ അനുസരിക്കാതെ വന്നതിൻ്റെയോ ഇപ്പോൾ മറുപടി പറയാത്തത്. മേഘ്ന, ഗെറ്റ് ഔട്ട്, അവൻ പറഞ്ഞു. സർ പ്ലീസ്, ഞാൻ ഇനി ഒന്നും സംസാരിക്കില്ല, അവൾ അപേക്ഷയോടെ പറഞ്ഞു. ഐ സേ ഗെറ്റ് ഔട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി. അവൾ ലൈബ്രറിയിലേക്ക് നടന്നു. സായൂജ് അന്നിരുന്ന ബെഞ്ചിൽ ചെന്ന് അവളിരുന്നു. കൂടെ അവനന്ന് വായിച്ച ബാല്യകാല സഖി എന്ന പുസ്തകവുമായി. വായിച്ചതാണേലും ഓരോ താളും അവൾ മറിച്ചുകൊണ്ടിരുന്നു, ചുണ്ടിൽ ചെറുപുഞ്ചിരിയുമായി. സായൂജ് അവളുടെ മുമ്പിൽ വന്ന് ഇരുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പെണ്ണ് വേറെ ഏതോ ലോകത്താണല്ലോ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഷിഗയ്ക്ക് അതിയായ ദേഷ്യം തോന്നി. അവൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. മിന്നു ഞെട്ടലോടെ ഒച്ചകേട്ട സ്ഥലത്തേക്ക് നോക്കി. അപ്പോഴാണ് തൻ്റെ നേരെ ഇരിക്കുന്ന സായൂജിനെ അവൾ കാണുന്നത്. എന്താണ് ഷിഗ, നിനക്ക് ഒച്ച കുറച്ചൊന്ന് സംസാരിച്ചുകൂടെ? സായൂജ് അവളോട് ചോദിച്ചു. എന്നാൽ ഇതിനൊന്നും അവൾ ചെവി കൊടുക്കാതെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എൻ്റെയാണ് സായൂജ്, എൻ്റെ മാത്രം. മറ്റാരെയും നീ ഈ കണ്ണുകൊണ്ട് സ്നേഹത്തോടെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ സ്നേഹം നീ കണ്ണിൽ നടിക്കുന്നത് എന്തിനാ? ദേഷ്യത്തോടെ ചോദിച്ചുവെങ്കിലോ അവസാനം അവളുടെ സ്വരം ഇടറിയിരുന്നു. ഷിഗ, ഇതിനുള്ള മറുപടി ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാകാത്തത് എന്താണ്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഇല്ല സായൂജ്, എനിക്ക് മനസ്സിലാകില്ല. എനിക്ക് നിന്നെ വേണം. ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഏത് സമയം നോക്കിയാലും ഇവൾ ഉണ്ടാകുമല്ലോ നിൻ്റെ കൂടെ. ഇവൾ ആരാ നിൻ്റെ? എനിക്കിഷ്ടമല്ല സായൂജ് ഇവളെ നിൻ്റെ ഒപ്പം കാണുന്നത്. ഇവളെന്നല്ല, വേറെ ഒരു പെണ്ണിനെയും നിൻ്റെ ഒപ്പം കാണുന്നത് എനിക്കിഷ്ടമല്ല. മിന്നുവിനെ നോക്കി അവൾ പറഞ്ഞു. നിനക്കിഷ്ടമല്ലെന്ന് കരുതി നീ നിൻ്റെ കാര്യം നോക്കി പോഷികേ, അവൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെയും കൊണ്ടേ സായൂജ് ഞാൻ പോവുകയുള്ളൂ. ഇത് ഷിഗയുടെ വാക്ക. അവൾ അവിടെ നിന്ന് ചാടിത്തുള്ളിപ്പോയി. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നർത്ഥത്തിൽ മിന്നു സായൂജിനെ നോക്കി. ആരാ അത്? അവൾ ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മോളാണ്, അവൻ പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഇഷ്ടമാണല്ലേ? മിന്നു ചെറുചിരിയോട് ചോദിച്ചു. ആ ഇഷ്ടമാണ്, അവൻ പറഞ്ഞു. ചേട്ടൻ ഇവിടെ എപ്പോൾ വന്ന്? ഞാൻ അറിഞ്ഞില്ലല്ലോ, മിന്നു ചോദിച്ചു. താൻ സ്വപ്നലോകത്തിലിരിക്കുമല്ലേ, പിന്നെ എങ്ങനെ അറിയാനാണ്? അവൾ അതിന് മറുപടിയായി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, ക്ലാസ്സില്ലേ നിനക്ക്? അവൻ ചോദിച്ചു. ഉണ്ട്, ക്ലാസ്സിലിരുന്ന് സംസാരിച്ചപ്പോൾ ഇറക്കി വിട്ടു, മിന്നു പറഞ്ഞു. ആഹാ, കൊള്ളാലോ. അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ടല്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ആ സാർ മനഃപൂർവ്വം പണി തരുന്നതാ, ദുഷ്ടൻ, അവൾ മനസ്സിൽ പറഞ്ഞു. നീ എന്താ മിന്നു ആലോചിക്കുന്നത്? അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? മിന്നു പറഞ്ഞു. വാ നടക്കാം, അവൻ പറഞ്ഞു. അങ്ങനെ അവർ നടന്ന് വാഗമര ചുവട്ടിലെത്തി. അവർ അവിടെയുള്ള ബെഞ്ചിലിരുന്നു. ആ ഒരു നിമിഷം ഒരിളം തെന്നൽ അവരുടെ അടുക്കിലേക്ക് കടന്നെത്തി. അപ്പോഴാണ് വാഗമരത്തിൽ നിന്നൊരു വാഗപ്പൂ അവൻ്റെ മടിയിലേക്ക് വീഴുന്നത്. അവൻ അത് കയ്യിലെടുത്ത് അതിനെ ഒന്ന് നോക്കി. പതുക്കെ തിരിച്ച് മറുവശവും നോക്കി. അവൻ അത് മിന്നുവിൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ പിടിച്ച് വെച്ചു കൊടുത്തു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. പിന്നെ അതൊരു പുഞ്ചിരിയായി മാറി. അവളുടെ മുഖത്തെ ഭാവം കണ്ടതും അവൻ്റെ ചൊടിയിൽ കുസൃതിയിൽ നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ നോക്കിയതും അവളോ അവനെ നോക്കി. ഒരു വേള അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. കണ്ണിമ വെട്ടാതെ അവർ വേറേതോ ലോകത്തെന്നപ്പോൾ നോക്കിയിരുന്നു. അവന് ആ നോട്ടം അവളിൽ നിന്നും വേർപെടുത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇൻ്റർവെല്ലിൻ്റെ ബെൽ മുഴങ്ങിയപ്പോഴാണ് അവർ നോട്ടം പിൻവലിച്ചത്. തനിക്കെന്താ പറ്റിയത്? ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ ഉള്ളം വല്ലാതെ തുടിക്കുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? സായൂജ് മനസ്സിൽ ആലോചിച്ചു. ആരുഷ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മേഘ്നയും വേറൊരു ചെറുപ്പക്കാരനും വാഗമര ചുവട്ടിൽ ഇരിക്കുന്നത് കാണുന്നത്. അത് അവനിൽ ചെറിയ ഇഷ്ടക്കേടുണ്ടാക്കി. മിന്നു, ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ജിഷ്ണുവിനെ അവർ രണ്ടുപേരും കാണുന്നത്. ജിഷ്ണു, നീയോ? സായുജാണ് അത് ചോദിച്ചത്. അവളുടെ കൂടെ സായുജിനെ കണ്ടപ്പോൾ അവന് ചെറിയ ഞെട്ടലുണ്ടായി. നിങ്ങൾ കൂട്ടായോ? അതിശയത്തോടെ അവൻ ചോദിച്ചുകൊണ്ട് അവരുടെ അരികിലെത്തി. പിന്നെ ഞങ്ങൾ എപ്പോഴേ കൂട്ടായി അല്ലേ? അവൾ സായുജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
പിന്നല്ലാതെ, സായുജ് പുഞ്ചിരിയോട് പറഞ്ഞു. നീ എങ്ങോട്ടാണ് മിന്നു പോയത്? ക്ലാസ്സിൽ ഇരിക്കവേ ലച്ചു ചോദിച്ചു. ലൈബ്രറിയിലേക്കാ ലച്ചു. എന്തേ? മിന്നു ചോദിച്ചു. ആരുഷ് സാർ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറ്റബോധം വന്നോ എന്തോ, ലച്ചു പറഞ്ഞു. കുറ്റബോധമോ? അങ്ങേർക്കുണ്ടായത് തന്നെ, മിന്നു പുച്ഛത്തോടെ പറഞ്ഞു. ലച്ചു ചിരിച്ചു. കിടന്ന് കിണിക്കാതെ, സാന്ദ്ര മിസ്സാണ്, ഹിമ ലച്ചുവിൻ്റെ കാതോരം പറഞ്ഞു. ശരി നാത്തൂനെ. അവൾ നേരെ ഇരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർ വാഗമര ചുവട്ടിൽ ചെന്നിരുന്നു. ഏഞ്ചൽ, ഒരു പുരുഷ ശബ്ദം കേട്ടവർ അങ്ങോട്ടേക്ക് നോക്കി.